പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പല തീരുമാനങ്ങളിലും ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെ ഇടപെടലുകൾ ഉണ്ടാവാറില്ലേ? ഇല്ലേ? എനിക്കറിയില്ല. അയ്യാ ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞു. ഞാൻ കേറി വന്നപ്പോ തന്നെ ബി ഉണ്ണികൃഷ്ണനൊക്കെ എന്നെ വല്ലാത്ത രീതിയിൽ, കാര്യം പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല. എന്തേ കൊക്കോക്കോളം നിങ്ങളെ പിടിച്ച് കടിച്ച? എന്റെ ആദ്യത്തെ സിനിമ മുതൽ പുള്ളി എന്നോട് പല കാര്യങ്ങളിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ഇത് നാഗേന്ദ്രന്റെ നാടാ, ചട്ടമ്പി നാട്. അപ്പൊ തന്നെ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അകത്തോട്ട് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ ഇനി മലയാള സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല. പ്രധാനപ്പെട്ട വനിതാ പ്രൊഡ്യൂസറോട് ബി ഉണ്ണികൃഷ്ണൻ പറയുകയാണ്, നീ ഇനി മേലാ സിനിമ ചെയ്യലെന്ന് വരട്ടുകയാണ്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി മലയാള സിനിമ ഞാൻ ചെയ്യില്ല, നിന്നെ ഞാൻ കാണിച്ചു തരാം. ആദ്യം കണ്ടപ്പോ ഞാൻ കരുതി താമ്പള ഡീസന്റ് ആയിരിക്കും. വേണ്ടാത്തൊക്കെ കരുതാൻ പോയത്. പിന്നെ കാണിച്ചു തരാം, ഇവിടെ നീ ഇനി ഒരു പടവും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഈ ചേംബറിന്റെ ഇത്രയും എപെക്സ് ബോഡിയാണെന്നല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ട് പുള്ളി ഇറങ്ങി പോകുന്നു. ഇറങ്ങിപ്പോയി ആദ്യം പുള്ളി ചെയ്തത് എന്റെ നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ വർക്ക് നിർത്തിച്ചു വെച്ചു. അപ്പൊ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റിയല്ല. ഫെഫ്കയുടെ മെമ്പേഴ്സ് ആയ ആൾക്കാരെ വിളിച്ചെടുത്ത് ഇതിന്റെ എഡിറ്റിംഗ് നടത്തരുത്, ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് പുള്ളി നിർത്തിച്ചു വെച്ചു. എന്റെ ബിസിനസ് തകർത്ത് എന്റെ മൂക്കറ്റം കടക്കാരനാക്കി. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായ്പ കാണിക്കണേ? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇനി മേലാ സിനിമ ചെയ്യലെന്ന് വരട്ടുകയാണ്. എന്നിട്ട് വിരട്ടി പുറത്തു വന്ന അയാൾ പറയുന്ന ബുദ്ധിജീവിതത്തിൽ എന്തുവാ? ഇനിയെങ്കിലും ഈ തറ വേലയിളക്കി നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ.